ഇന്ത്യയിലെ ബാലൻസ്ഡ് പ്രീമിയം ക്രെഡിറ്റ് കാർഡ് ലിസ്റ്റിൽ സ്ഥിരമായി സ്ഥാനം പിടിക്കുന്ന കാർഡാണ് HDFCയുടെ റെഗാലിയ ഗോൾഡ്. എന്നാൽ റീസെന്റ് വന്നിരിക്കുന്ന ചില അനൗൺസ്മെന്റുകൾ കാർഡിന്റെ വാല്യൂ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇനി മുതൽ ലോഞ്ച് ആക്സസ് കിട്ടാൻ സ്പെൻഡ് ക്രൈറ്റീരിയ, റിവാർഡ് റേറ്റ് ഡീവാലുവേഷൻ, വൗച്ചർ സിസ്റ്റം, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് റെഗാലിയ ഗോൾഡിൽ വന്നിരിക്കുകയാണ്. ഇപ്പോഴും ഈ കാർഡ് വെർത്താണോ? ഇനി മുതൽ ആർക്കാണ് ഈ കാർഡ് കൂടുതൽ യൂസ്ഫുൾ? എല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയി നോക്കാം. കാർഡിലെ ആദ്യത്തെ മേജർ ചേഞ്ച് റിവാർഡ് സ്ട്രക്ചറിലാണ്. മുമ്പ് 150 രൂപ സ്പെൻഡിന് 4 റിവാർഡ് പോയിന്റാണ് റെഗാലിയ ഗോൾഡ് നൽകിയിരുന്നത്. എന്നാൽ പുതിയ അപ്ഡേറ്റ് പ്രകാരം 200 രൂപ സ്പെൻഡിന് 5 റിവാർഡ് പോയിന്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അതായത് മിനിമം സ്പെൻഡ് 150-ൽ നിന്ന് 200-ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കേൾക്കുമ്പോൾ കാര്യമായ ഡിഫറൻസ് തോന്നില്ലെങ്കിലും കാൽക്കുലേഷനിൽ എഫക്റ്റീവ് റിവാർഡ് റേറ്റ് കുറയുന്നുണ്ട്. മുമ്പ് ചെറിയ സ്പെൻസ് കൊണ്ട് പോലും റിവാർഡ് ഏൺ ചെയ്യാൻ പറ്റിയിരുന്ന സാഹചര്യത്തിൽ ഇനി മുതൽ ഹയർ സ്പെൻഡ് സ്ലാബ് റിവാർഡ്സ് കുറക്കാൻ സാധ്യതയുണ്ട്. അതായത് ഡെയിലി യൂസേഴ്സിന് ഇനി ലോസ് കൂടുതലായിരിക്കും. ഇനിയാണ് ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റ്. മുമ്പ് റെഗാലിയ ഗോൾഡ് ഒരു സ്പെൻഡ് ക്രൈറ്റീരിയയും ഇല്ലാതെ വർഷം 12 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നു. എന്നാൽ ഇനി മുതൽ കാര്യങ്ങൾ മാറുകയാണ്. ഒരു ക്വാർട്ടറിൽ 60,000 രൂപ സ്പെൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ക്വാർട്ടറിൽ 3 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കിട്ടുകയുള്ളൂ. അതായത് കാർഡ് വാലറ്റിൽ വെച്ച് ഒക്കേഷണലി ലോഞ്ച് ആക്സസ് മാത്രം യൂസ് ചെയ്യുന്നവർക്ക് ഇനി ആ ബെനിഫിറ്റ് കിട്ടില്ല. അതായത് ഏപ്രിൽ ടു ജൂൺ ക്വാർട്ടറിൽ 60,000 രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ജൂലൈ ടു സെപ്റ്റംബർ ക്വാർട്ടറിൽ 3 ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കിട്ടുകയുള്ളൂ. ഈ കാർഡിന്റെ പ്രീമിയം ഫീൽ തന്നെ ഇല്ലാതാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ തുടരുന്നുണ്ട്. ഇന്റർനാഷണൽ സ്പെൻഡ് ഉള്ളവർ ശ്രദ്ധിക്കുക. ഡൈനാമിക് കറൻസി കൺവേർഷൻ ഫീ 1%-ൽ നിന്ന് 1.75%-ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എയർപോർട്ട്, ഫോറിൻ മെർച്ചൻസ് തുടങ്ങിയവർ INR കൺവേർഷൻ ഓഫർ ചെയ്യും. എന്നാൽ ഇനി അത് അക്സെപ്റ്റ് ചെയ്താൽ കൂടുതൽ ചാർജസ് നമ്മുടെ നിന്ന് പോകും. ഫ്രീക്വന്റ് ട്രാവലേഴ്സിന് ഇതൊരു ഹിഡൻ ലോസ് ആണ്. ഈ ഡീവാലുവേഷനിടയിലും ചെറിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. HDFC ട്രാവൽ എഡ്ജ് ബെനിഫിറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പാ ആക്സസ്, എയർപോർട്ട് ട്രാൻസ്ഫേഴ്സ്, റൂം അപ്ഗ്രേഡ്സ്, ഹോട്ടൽ ബഫേ തുടങ്ങിയ പേർക്സ് അവൈലബിൾ ആണ്. എന്നാൽ അതിലും ഒരു ക്യാച്ച് ഉണ്ട്. ബോർഡിംഗ് പാസ് അപ്ലോഡ്, വൗച്ചർ ജനറേഷൻ, അവൈലബിലിറ്റി റെസ്ട്രിക്ഷൻസ്. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ യൂസേജ് ഇത്തിരി ടഫാണ്. ഇപ്പോൾ HDFC ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയ ഫീച്ചറാണ് ട്രാവൽ എഡ്ജ് പ്രോഗ്രാം. കേൾക്കുമ്പോൾ ഒരു പ്രീമിയം ബെനിഫിറ്റ് പോലെയൊക്കെ തോന്നും. ഒരു ക്വാർട്ടറിൽ 2 ബെനിഫിറ്റ്സ് വരെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം സ്മാർട്ട് ബൈ എക്കോസിസ്റ്റം വഴിയാണ് ലഭിക്കുന്നത്. എന്നാൽ പ്രാക്ടിക്കൽ യൂസേജിൽ ഒരുപാട് കണ്ടീഷൻസ് വരുന്നുണ്ട്. ട്രാവൽ എഡ്ജ് പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് കിട്ടാൻ ആദ്യം സ്മാർട്ട് ബൈ പോർട്ടലിൽ നമ്മുടെ ബോർഡിംഗ് പാസ് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ഏത് ബെനിഫിറ്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് QR കോഡ് അല്ലെങ്കിൽ വൗച്ചർ ജനറേറ്റ് ചെയ്യണം. നമ്മുടെ ഡെസ്റ്റിനേഷൻ സിറ്റി ഏതാണോ അവിടെ അത് യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ക്യാച്ച് ഇത് ബോർഡിംഗ് പാസ് ബേസ്ഡ് ആണെന്നുള്ളതാണ്. അതായത് ട്രാവൽ ചെയ്യുന്ന പ്രൈമറി കാർഡ് ഹോൾഡേഴ്സിനാണ് ഈ ബെനിഫിറ്റ്സ് ഏറ്റവും കൂടുതൽ യൂസബിൾ ആവുക. ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ആഡ് ഓൺ കാർഡ് യൂസേഴ്സിന് ഇതിന്റെ പ്രാക്ടിക്കൽ യൂസേജ് വളരെ ലിമിറ്റഡ് ആണ്. ഈ ഒരു പ്രോഗ്രാമിന്റെ മറ്റൊരു റെസ്ട്രിക്ഷൻ, ഈ ബെനിഫിറ്റ്സ് ഒറിജിൻ എയർപോർട്ടിലും ട്രാൻസിറ്റ് സിറ്റിയിലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഡെസ്റ്റിനേഷൻ സിറ്റി ഏതാണോ അവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൊച്ചി ടു ഡൽഹി വിയ ബാംഗ്ലൂർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ ബെനിഫിറ്റ്സ് കൊച്ചിയിലും ബാംഗ്ലൂരും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ സിറ്റിയായ ഡൽഹിയിൽ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഈ പ്രോഗ്രാമിൽ ഒരു സമയത്ത് ഒരു ബെനിഫിറ്റ് മാത്രമേ ആക്റ്റീവ് ആക്കാൻ സാധിക്കൂ. അതായത് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് അഡ്വാൻസ് ആയി ജനറേറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കില്ല. സ്പാ അല്ലെങ്കിൽ ബഫേ പോലെയുള്ള ബെനിഫിറ്റുകൾ ജനറേറ്റ് ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്തില്ലെങ്കിൽ എക്സ്പയർ ആയി പോകും. സോ നിങ്ങളുടെ ട്രാവൽ ഷെഡ്യൂൾ ടൈറ്റ് ആണെങ്കിൽ ബെനിഫിറ്റ്സ് വേസ്റ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സർവീസസ് എല്ലാം ഡ്രീം ഫോക്സുമായുള്ള പാർട്ട്ണർഷിപ്പ് വഴിയാണ്. അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി ഗ്യാരണ്ടീഡ് അല്ല. പീക്ക് ട്രാവൽ സീസൺ ടൈം ആണെങ്കിൽ സ്ലോട്ട് കിട്ടാതിരിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ബെനിഫിറ്റ്സ് എല്ലായിടത്തും വാലിഡ് അല്ല. സെലക്ടഡ് പാർട്ട്ണർ പ്രോപ്പർട്ടീസിൽ മാത്രമാണ് ഇത് അവൈലബിൾ. ദാറ്റ് ഇൻക്ലൂഡ്സ് ITC ആൻഡ് ഫോർച്യൂൺ ഹോട്ടൽസ്. റൂം അപ്ഗ്രേഡ് ബെനിഫിറ്റ് ഉണ്ടെങ്കിലും അതൊരു ലക്ഷറി സ്യൂട്ട് അപ്ഗ്രേഡ് അല്ല. നമ്മൾ ഏത് കാറ്റഗറി റൂം ബുക്ക് ചെയ്തോ അതിന്റെ നെക്സ്റ്റ് ലെവൽ അപ്ഗ്രേഡ് ആണ്. അതും അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം. ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒന്നും ട്രാൻസ്ഫറബിൾ അല്ല. ട്രാവലർ നെയിം ബേസ്ഡ് ആയതിനാൽ മറ്റൊരാളുമായി ഈ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യാൻ സാധിക്കില്ല. സോ ഒരു ഫൈനൽ അനാലിസിസ് നോക്കിയാൽ ട്രാവൽ എഡ്ജ് പ്രോഗ്രാം ഒരു പ്രീമിയം അപ്ഗ്രേഡ് പോലെ തോന്നുമെങ്കിലും പ്രാക്ടിക്കൽ റിയാലിറ്റിയിൽ ഇറ്റ് ഹാസ് ടു മെനി കണ്ടീഷൻസ്. സോ ഇനി ഈ കാർഡ് ആർക്കാണ് ഏറ്റവും ബെനിഫിഷ്യൽ? HDFC എക്കോസിസ്റ്റത്തിലുള്ള സ്മാർട്ട് ബൈ യൂസ് ചെയ്യുന്ന, ഫ്രീക്വന്റ് ആയി ട്രാവൽ ചെയ്യുന്ന ഹൈ സ്പെൻഡേഴ്സിന് ഈ കാർഡ് ഇപ്പോഴും ബെനിഫിഷ്യൽ ആണ്. എന്നാൽ കാഷ്വലായി യൂസ് ചെയ്യുന്ന, ലോ സ്പെൻഡുള്ള, ലോഞ്ച് ആക്സസിന് മാത്രം ഈ കാർഡ് എടുത്തിരുന്നവർക്ക് ഇനി ഒരിക്കലും ഈ കാർഡ് ഐഡിയൽ അല്ല. കാരണം റെഗാലിയ ഗോൾഡ് ഇപ്പോൾ സിമ്പിൾ പ്രീമിയം കാർഡിൽ നിന്ന് കണ്ടീഷൻ ബേസ്ഡ് പ്രീമിയം കാർഡിലേക്ക് മാറിയിരിക്കുന്നു. എൻ്റെ ഒപ്പീനിയനിൽ ഇപ്പോഴും റെഗാലിയ ഗോൾഡ് ഒരു മോശം കാർഡല്ല. എന്നാൽ മുമ്പ് ഈസി ബെനിഫിറ്റ് ആയി കിട്ടിയിരുന്നത് ഇപ്പോൾ സ്പെൻഡ് ബേസ്ഡ് ആയി എന്ന് മാത്രം. ഒരു ക്വാർട്ടറിൽ 60,000-ന് മുകളിൽ സ്പെൻഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ കാർഡ് ഇപ്പോഴും നിങ്ങൾക്ക് മാനേജബിൾ ആണ്. അതർവൈസ് ഓൾട്ടർനേറ്റീവ് കാർഡ് കണ്ടെത്തേണ്ട സമയമായി.
ഈ മാറ്റങ്ങൾ റെഗാലിയോ ഗോൾഡിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഡൈനേഴ്സ് ക്ലബ് പ്രിവിലേജിലും ബിസ് പവറിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തുടർന്നുള്ള വീഡിയോകളിൽ അതും ചർച്ച ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്.